എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് 10ലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ പ്രധാനമായും നമ്മുടെ ഖമേനിയെക്കുറിച്ചാണ്. നാളിതുവരെയായി ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അല്ല മരണപ്പെട്ടതെന്നോ ഒന്നും അറിയുന്നില്ല. പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തെ ഒരു പരമോന്നത വ്യക്തി മരിച്ചെങ്കിലോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു വിവരം അവർ മറ്റുള്ള രാജ്യക്കാരെ അറിയിക്കേണ്ടതാണ്. അത് സാധാരണ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ഇനി ഖമേനി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം പബ്ലിക്കിൽ അപ്പിയർ ആകുന്നില്ല? എന്താണ് അതിൻ്റെ വസ്തുത? ഒന്ന്, ഇനി അദ്ദേഹം മരണപ്പെട്ടെങ്കിൽ അതും അറിയിക്കാം. സ്വാഭാവികമാണ്. അത് പ്രത്യേകിച്ചൊന്നെടുത്ത് നമ്മൾ പറയാനായില്ല. ഇത് ജീവിച്ചാലും മരിച്ചാലും അതിന്നില്ലെങ്കിൽ നാളെ പബ്ലിക്കിന് അറിയാൻ പറ്റും. ഇതിനെ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടെങ്കിൽ അതിന് ഇത്ര രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇറ്റ്സ് എ ക്വൈറ്റ് നാച്ചുറൽ. സോ കഴിയുന്നതും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനുള്ള ശരിയായുള്ള ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ കണ്ടെത്താമെന്ന് നമുക്ക് കരുതാം. ഓക്കെ, എന്തായിരുന്നാലും ഒരു വലിയൊരു കാര്യം, അദ്ദേഹവും അതായത് ഇറാനും ഇസ്രയേലും ചേർന്ന് ഒരു താൽക്കാലിക സമാധാനം ഉണ്ടാകുകയും ഒരു വെടിനിർത്തലും ഉണ്ടായി. അതിൽ സന്തോഷം. എന്നാൽ ഇതിൽ നമ്മൾ അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഇനി എന്തും പൊട്ടിപ്പുറപ്പെടാം എന്ന് നമ്മളെപ്പോഴും അങ്ങനെയുള്ളൊരു ചിന്താഗതി ഓരോ വ്യക്തികളിലും ഉണ്ടാകും. ഇനി ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിൽ തന്നെയും ലോകത്തിൻ്റെ മറ്റേതൊരു ഭാഗത്തു നിന്നെങ്കിലും അപ്രതീക്ഷിതമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും യുദ്ധം ഉണ്ടായിക്കൂടുന്നില്ല. കാരണം ഇന്ന് ലോകത്തിൻ്റെ ഓരോ ചലനവും വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം, സംഭവിച്ചുകൂടായികയില്ല. ഇതിൽ ഇന്ത്യക്കാരായ നാം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പുറത്ത് ബിസിനസ്സും ജോലിയും ചെയ്യുന്ന വിചാരിക്കേണ്ടത്, നിങ്ങളൊരിക്കൽ നിങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് തിരിച്ചു വരേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. വളരെ 99%, 1% ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല. സോ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മാതൃരാജ്യം അതായത് ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇന്ത്യ നമ്മുടെ ഇന്നലകൾ അതിജീവിച്ച് നാളെയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ കഠിനമായ അധ്വാനം, വളരെ കഠിനമായി അധ്വാനിച്ച് നാം കൈവരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് മറ്റുള്ള വികസിത രാജ്യങ്ങൾക്ക് തന്നെ അതിശയോക്തി തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം നമ്മൾ ഒരിക്കലും ആരെയും ഉപദ്രവിക്കാനോ അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാനോ നമ്മൾ പോകില്ല. മറിച്ച് മറ്റാരെങ്കിലും നമ്മെ ഉപദ്രവിക്കാൻ വന്നാൽ, നമ്മെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഒരിക്കലും വിടില്ല. നമ്മൾ 100% അവരുടെ ശക്തിയിൽ കൂടുതൽ ശക്തി നാം ആർജിക്കും. നാം ശക്തി ആർജിക്കുന്നത് നാം കണ്ടുപിടിച്ച പരീക്ഷണങ്ങളുടെ സഹായത്തിൽ നമ്മൾ ഫോംമേറ്റ് ചെയ്തെടുത്ത ആയുധങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകുന്നത്
നമ്മുടെ കരുത്താണ്, നമ്മുടെ ചങ്കൂറ്റം, ഓരോ ഇന്ത്യൻ്റെയും ചങ്കൂറ്റം. അത് വളരെ വലുതാണ്. നമ്മുടെ കണ്ടുപിടുത്തങ്ങളിലുപരി ആ ഒരു ചങ്കൂറ്റം തന്നെയാണ് നമ്മെ ഇപ്പോഴും പല രാജ്യങ്ങളെയും പിന്തള്ളി നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുന്നത്. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ഇന്ത്യനും ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് നാല് ചുറ്റും സുഹൃത്തുക്കളായിരിക്കുന്നവർ അതിലാരെങ്കിലുമൊക്കെ നാളെ നമ്മുടെ ശത്രുക്കളായി മാറിക്കൂടുന്നില്ല. എപ്പോഴും ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്ത നാം ഓരോ ഇന്ത്യൻസിലും ഉണ്ടായിരിക്കണം. അത് മറക്കരുത്. ഒപ്പം നാം എന്ത് ചെയ്താലും ഒന്ന് നമ്മൾ ഓർത്തിരിക്കണം, നാം നാളെ ആരും നമ്മെ സഹായിക്കാൻ കാണില്ല. നമ്മളെ സഹായിക്കാൻ നാം മാത്രമേ കാണൂ. ഒരാൾക്കാരുടെ സഹായവും നാം പ്രതീക്ഷിക്കരുത്. സഹായമില്ലാതെ എന്ത് ബുദ്ധിമുട്ടിയും എന്ത് സഹിച്ചും നാം സ്വയം എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് യുദ്ധം വന്നാലും, പ്രകൃതിക്ഷോഭം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം നാം ആർജിച്ചെടുക്കണം. എപ്പോഴും നാം മുന്നിലത് കാണണം. എന്ത് കാര്യങ്ങളുണ്ടായാലും നമ്മൾ അതിജീവിക്കാനുള്ള ശക്തിയും ഈശ്വരൻ നമുക്ക് തരും. കാരണം നമ്മൾ ഹിംസയുടെ ആൾക്കാരല്ല, നമ്മൾ സത്യത്തിൻ്റെയും അഹിംസയുടെയും രാജ്യമാണ്. നമ്മുടെ ഓരോ ഭാരതീയനും ആ ഒരു മനസ്സിൻ്റെ ഉടമകളാണ്. അത് മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ അരാജകത്വവും ഹിംസയും മറ്റു യാതൊരു മോശമായ പ്രവൃത്തിയും നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ ഇന്ത്യൻസിലില്ല. നമ്മുടെ ഇന്ത്യയിൽ പല ജാതിക്കാരുണ്ട്, പല മതസ്ഥരുണ്ട്, പല ഭാഷക്കാരുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു രാജ്യമാണ്. അതിന് നിയന്ത്രിക്കുന്ന നമ്മുടെ ഭരണാധിപന്മാർക്ക് എന്നും അവർക്ക് നല്ല ബുദ്ധിയും അവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകണം എന്ന് നമ്മൾ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കണം. മറക്കരുത്. എങ്കിൽ അവർക്ക് ഈ രാജ്യത്തെ നയിക്കാനുള്ള ഒരു അമാനുഷിക ശക്തി അവരിലുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ദൈവത്തിലൂടെ. ഇതെല്ലാവരും ഓരോ ഇന്ത്യൻസും ഒന്നോർത്ത് വച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.